നമസ്കാരം. ഈ വില്ലേജ് ഓഫീസർമാരെ കൈക്കൂലി വാങ്ങുന്ന കേസ് ഇപ്പോൾ മൂന്നാമത്തെ കേസാണ് പിടിക്കുന്നത്. തൃശ്ശൂരിൽ ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങി സോക്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായി ഇപ്പോൾ പിടിച്ചേക്കുന്നു. എന്റെ സംശയം, ഈ വിജിലൻസ് ഈ വില്ലേജ് ഓഫീസർമാരെ അടക്കം കൈക്കൂലി വീരന്മാരെ പിടിക്കുന്നത് അവർക്ക് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ, അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് കേസ് ഒതുക്കാനാണോ? രണ്ടാമത്തെ ഒരു പാർട്ടാണ് എനിക്ക് തോന്നുന്നത്. വിജിലൻസ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ പിടിച്ചെടുത്തിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങി വിജിലൻസിന്റെ കേസ് ഒതുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ കാരണമുണ്ട്. അപ്പോൾ ഇന്നിപ്പോ തൃശ്ശൂരിൽ തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസർ പിടിയിലെന്നാണ്. ആതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കെ എ ജൂഡാണ് വിജിലൻസിന്റെ പിടിയിലായത്. ഈ ജൂഡിന്റെ പേര് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. കൈക്കൂലിയായി വാങ്ങിയ 3000 രൂപ സോക്സിനുള്ളിൽ ഒളിപ്പിച്ചു വരുമായിരുന്നു. ഈ കൈക്കൂലി ആവശ്യപ്പെട്ടപ്പോൾ ആ ഉപഭോക്താവ് നേരെ വിജിലൻസിന് വിവരം അറിയിച്ചു. അങ്ങനെ വിജിലൻസ് കൊടുത്തിട്ടുള്ള 3000 രൂപയും കൊണ്ട് നേരെ ഇവിടെ വന്നു. ആ പൈസ വാങ്ങി വേണ്ടടുത്ത് ഒളിപ്പിച്ച സമയത്ത് പാഞ്ഞു വന്ന വിജിലൻസ് പിടിച്ചു. വെള്ളം പതിവ് കലാപരിപാടികളൊക്കെ നടത്തി ആളെ പിടിച്ചു. അതായത് കൈക്കൂലി വാങ്ങിയെന്ന് ഉറപ്പിച്ചു. 2022 കാസർഗോഡ് വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇതേ വിദ്വാനെ, ഈ ജൂഡിനെ വിജിലൻസ് പിടികൂടിയിരുന്നു. ആ വാർത്തയാണ് എനിക്ക് ഓർമ്മ വന്നത് വളരെ പെട്ടെന്ന്. 2 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. അതായത് ഇയാളൊരു സ്ഥിരം കൈക്കൂലിക്കാരനാണ്. പിന്നെ ഇയാളെ മാളയിലെ ഒരു വില്ലേജ് ഓഫീസിലേക്കായിരുന്നു അന്ന് സ്ഥലം മാറ്റിയിരുന്നത്. അവിടെയും ഇയാളൊരു പ്രശ്നക്കാരായിരുന്നു. അവിടെ നിന്നാണ് തൃശ്ശൂരേക്ക് സ്ഥലം മാറ്റി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പിടിക്കുന്നത്. അതായത് ഇയാൾ പോകുന്ന സ്ഥലത്തൊക്കെ കൈക്കൂലിക്കാരനാണ്, പ്രശ്നക്കാരനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയുള്ളതിനെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കാസർഗോഡ് നിന്ന് കൈക്കൂലി പിടിച്ചപ്പോൾ നേരെ എന്ത് ചെയ്ത് അതിനുള്ള പണിഷ്മെന്റ് ആയിട്ട് ശിക്ഷ കൊടുത്ത ആളെ പുറത്താക്കുന്നതിന് പകരം നേരെ അടുത്ത സ്ഥലത്ത്, അവിടെ കൈക്കൂലി വാങ്ങിയത് എല്ലാവരും അറിഞ്ഞു, അപ്പോൾ ഇനി പുതിയ സ്ഥലത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് നേരെ മാളയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ മാളയില് ഇതേ കലാപരിപാടി തുടർന്നപ്പോൾ അവിടെ നിന്ന് ആട്ടി നേരെ തൃശ്ശൂരേക്ക് വിട്ടു. തൃശ്ശൂരും കലാപരിപാടി തുടർന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വീണ്ടും പിടിച്ചു. ഇയാളെ തൃശ്ശൂരിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും, അവിടെയും ഇയാൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായി ചുമതലപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നതിന് പകരം അവർ ചെയ്തു കൊടുക്കേണ്ട സേവനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ട് ഈ പാവപ്പെട്ടവൻ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന ആ പണം പിടിച്ചു പറിച്ചു വെക്കുമ്പോൾ അവനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് വേറെ ആൾക്കാരെ നിയമിക്കണം. ഇവിടെ ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പിണറായി സർക്കാർ ആയതുകൊണ്ടാണ് പിണറായി സർക്കാരിനെ പറയുന്നത്. എല്ലാവരും കണക്കാ. ഏത് സർക്കാരായാലും ഇത്തരത്തിൽ അഴിമതിക്കാരനായിട്ട് ഒരുത്തം വന്നു കഴിഞ്ഞാൽ, അവനെ തെളിഞ്ഞു കഴിഞ്ഞാൽ, ആ വെള്ളം കൈമുക്കി കഴിയുമ്പോണ്ടല്ലോ ചുമന്ന കളറിങ്ങനെ വരുമല്ലോ, അതാണല്ലോ തെളിവ്. അപ്പോൾ തന്നെ എഴുതി കൊടുക്കുക, ഡിസ്മിസ് എഴുതി കൊടുക്കുക, എന്നിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുക, പകരം ചുമതല വേറെ ആർക്കെങ്കിലും കൊടുക്കുക. എന്നിട്ട് നേരെ ആപ്ലിക്കേഷൻ നോക്കുക, ആരാണ് അടുത്ത ഓർഡറിൽ വന്ന് നിൽക്കുന്ന ആരാണെന്ന് നോക്കുക, അവനെ പിടിച്ച് അവിടെ ചുമതല ഏൽപ്പിക്കുക. അതായത് ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഇമ്മീഡിയറ്റ് പിരിച്ചുവിടുന്ന ഒരു രീതി വന്ന് പുതിയ ആൾക്കാരെ നിയമിക്കുമെന്നുള്ളൊരു അവസ്ഥ വന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നാവും, ഒരു സംശയമില്ല. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നന്നാവൂല എന്നുള്ളത്? മുഴുവൻ ആൾക്കാരും, എല്ലാ ഉദ്യോഗസ്ഥരും നന്നാവും. അതായത് ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ, ചണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ, അത് പിടിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആളെ ഒഴിവാക്കും. ആ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം മാത്രം ആള് ജോലി കയറ്റിയാൽ മതി. കോടതിയിലൊന്നും പോകാൻ നടക്കില്ല, പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ജോലി കയറുമ്പോൾ തന്നെ താൻ സത്യസന്ധമായി ജോലി ചെയ്തോളാമെന്നും സത്യസന്ധമായിട്ടല്ല ജോലി ചെയ്യുന്നത് എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് സമ്മതമാണെന്നും അത് സംബന്ധിച്ച് മറ്റ് നിയമ നടപടികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകില്ല എന്നും സമ്മതപത്രം എഴുതി മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ട് അയാളെ ജോലി കയറ്റിയാൽ മതി. തയ്യാറുണ്ടോ സർക്കാർ? ഇവിടെ നമ്മുടെ ഇവിടുത്തെ സംവിധാനത്തെ, സർക്കാർ സംവിധാനത്തെ ഇതൊക്കെ നന്നാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സർക്കാരും കൂടി അതിന് കൂട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരുത്തൻ കൈക്കൂലി വാങ്ങി, അവനെ നേരെ മാളയിലേക്ക് തട്ടി, മാളയിൽ നിന്ന് കൈക്കൂലി വാങ്ങി, പിന്നെ തൃശ്ശൂരും തട്ടി, തൃശ്ശൂരിൽ നിന്നും പിടിച്ചേക്കണം. എന്നിട്ട് വാർത്ത, ഈ വാർത്ത കേൾക്കാൻ നമ്മുടെ ചെവി എന്താ ഓളം ഉണ്ടോ? നടപടി എടുക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര മടി? Different angles. Don't forget to subscribe and support this channel.